ഉള്ള ഒരു വിവരം. അത് നല്ലൊരു പോളിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ തവണത്തെ 74% മുകളിൽ പോകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? പോകേണ്ടതാണ്, പോകുന്നതാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ ഈ നിലയിൽ. നേരത്തെ ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഉയർന്ന ഈ കള്ളവോട്ട് ഇരട്ട വോട്ട് ആരോപണം പ്രധാനമായും ഉയർന്നൊരു മണ്ഡലമാണ്. അത് അത്തരത്തിൽ ഈ ആരോപണത്തിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? അത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും? അതൊക്കെ അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും അധികാരികളും ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ആറ്റിങ്ങൽ തന്നെ UDF സ്ഥാനാർത്ഥി പറഞ്ഞൊരു കാര്യം ആറ്റിങ്ങലിൽ CPIM BJP ബാന്ധവം ഉണ്ട് എന്നതാണ്, ഒരു ബന്ധമുണ്ട് എന്നതാണ്. ഇന്നലെ ഞാൻ വേറെ ഒന്നിൽ കണ്ടത് CPM സ്ഥാനാർത്ഥി പറഞ്ഞത് BJP UDF ബാന്ധവമുണ്ട് എന്നാണ്. അപ്പോൾ രണ്ട് കൂട്ടർക്കും ഭയം BJP ആണ്. അപ്പോൾ അതിൽ തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമാണല്ലോ. PG നന്ദകുമാറിന്റെ ഒരു ആരോപണം വന്നിരുന്നു, പ്രകാശ് ജാവദേക്കർ EP ജയരാജനുമായി കൂടിക്കാഴ്ച നടത്തിയാണ്. അത് ഈ ജയരാജനെ ഈ BJPയിലേക്ക് സ്വാഗതം ചെയ്യുകയാണോ? ഞങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യും. അതിൽ BJP ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയാണ്. ആരൊക്കെയാണോ ചേരാൻ താല്പര്യമുള്ളത് അവരൊക്കെ സ്വാഗതം. പ്രതിപക്ഷ നേതാവ് അടക്കം പറയുന്നത് ഈ CPM BJP ബന്ധത്തിനുള്ള ഒരു തെളിവ് കൂടിയാണ് ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകളെന്നാണ്. അല്ല, ധാരാളം കോൺഗ്രസിന്റെ 2 മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ ഞങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ടല്ലോ. എല്ലാ പാർട്ടികളിലുള്ള ആളുകൾ വരും, ഇനിയും വരും. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇനിയും കോൺഗ്രസ്സുകാർ വരും, ഇനിയും CPMകാരും വരും. എന്തായാലും രണ്ട് പാർട്ടിക്കാരും ജാഗ്രതയായിട്ടിരിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്.